പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവാടി എന്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ അവസരത്തിനും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. വീഡിയോ മുഖാന്തരം നിങ്ങളെല്ലാവരെയും കാണുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം, സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നാം എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിന് അവകാശിയാകുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശിയാകുവാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ കൂടി നമുക്ക് ചില ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഏകദേശം 6 കാര്യങ്ങളാണ് ബൈബിൾ പറയപ്പെടുന്നത്. ഈ 6 കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. സ്വർഗം എന്ന് പറയുന്നത് നമുക്കറിയാം, വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു നിത്യതയാണ് സ്വർഗവാസം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചില വ്യക്തികൾ അത് ഭൂമിയിൽ തന്നെയാണ് ഉള്ളത്, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊക്കെ പലരും പല രീതികളിലൊക്കെ പറയുന്നു. പക്ഷെ ബൈബിൾ പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യത എന്ന് പറയുന്നത് സ്വർഗരാജ്യം. അതിൽ പ്രവേശിക്കുവാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമാണ്. സ്വർഗം എന്ന് കേട്ടാൽ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയമാണ്. സന്തോഷമാണ്, എല്ലാവർക്കും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഈ സ്വർഗം. പക്ഷേ സ്വർഗതുല്യമായി ജീവിക്കുവാൻ, സ്വർഗതുല്യമാകുന്ന സ്വഭാവങ്ങളിൽ വളരുവാനാണ് പലർക്കും പ്രയാസമായി കാണപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ഈ 6 കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യുക. ദൈവം നിശ്ചയമായിട്ടും ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ദൈവത്തോടുള്ള വിശ്വാസം ആദ്യം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തോടുള്ള വിശ്വാസം നമുക്കുണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ കടക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിനാധാരമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാകയാൽ ന്യായവിധി അവന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു എന്നാണ് വേദപുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല എന്ന് പറഞ്ഞാൽ, ന്യായവിധി ഇല്ലാത്ത ഒരു നാട്ടിലേക്ക് നാം അവകാശിയാകും, നാം എത്തപ്പെടും എന്നുള്ളതാണ് ആ വചനത്തിന്റെ ഏറ്റവും വലിയ പൊരുൾ എന്ന് പറയുന്നത്. അടുത്ത് നാം എന്തു ചെയ്താലാണോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമാക്കുവാൻ താല്പര്യപ്പെടുന്നു. സ്നാനം എടുക്കുന്നത് സ്വർഗരാജ്യത്തിൽ അവകാശിയാകുന്നതിന്റെ ഒരു ശുശ്രൂഷയാണ്. സ്നാനത്തിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. സ്നാനം ഒരു വ്യക്തി എപ്പോൾ എടുക്കപ്പെടുമോ അവൻ ഉടനെ തന്നെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്ന ഒരു അനുഭവം സ്വർഗത്തിൽ സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായിട്ട് ഒരു ഭാഗം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ന്റെ 5-ാം വാക്യം വായിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു. ആമേൻ ഞാൻ പറയുന്നു, വെള്ളത്താലും ആത്മാവാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് വ്യക്തമായിട്ട് അവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വ്യക്തമാക്കുകയാണ്. കർത്താവ് വ്യക്തമായിട്ട് സത്യം ചെയ്തു പറയുന്ന ഒരു വിഷയവും കൂടിയാണ്. ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നു, സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ സ്നാനം നിർബന്ധമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. സ്നാനം എടുക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ ചേരുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്നാനത്തെക്കുറിച്ച് ഒത്തിരി കമന്റുകളൊക്കെ ഇന്ന് ഈ ലോകത്തും ഒത്തിരി പ്രസംഗങ്ങൾ ഈ ലോകത്തുണ്ട്. എങ്കിലും ഒറ്റ വാക്കിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്നാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തെ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായി സ്വീകരിക്കപ്പെടുന്ന ഒരു വിവാഹ നിശ്ചയമാണ് ഈ സ്നാന ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇത് നാം ഭൂമിയിൽ വെച്ച് ചെയ്ത് നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് കർത്താവിന്റെ വരവിൽ നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ ഭവനത്തിലേക്ക് നമ്മെ ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള
ഒരു വലിയ ശുശ്രൂഷയാണ്. ഇത് ഏറ്റെടുക്കേണ്ടത് നിർബന്ധമാണ് എന്ന് കർത്താവായ യേശുക്രിസ്തു വ്യക്തമായ വേദപുസ്തകത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതുപോലെ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ജീവിതം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെങ്കിലും ഒറ്റ വാക്കിൽ ഞാൻ പറയാം. ഗലാത്യരുടെ ലേഖന പുസ്തകത്തിൽ അവിടെ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. ആത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ തയ്യാറാകുമെങ്കിൽ, ക്രമീകരണം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് തന്നെയാണ് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ജീവിതം എന്നത് വേദപുസ്തകത്തിൽ വ്യക്തമാക്കുകയാണ്. അതിന് ആധാരമായിട്ട് ഒരു ഭാഗം വായിക്കട്ടെ. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനും അല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന സ്വർഗരാജ്യത്തിൽ കടക്കുന്നവൻ കർത്താവേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും പോകത്തില്ല. ദൈവത്തിന്റെ ഈ ഹിതമനുസരിച്ച്, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനും മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് വ്യക്തമായി വേദപുസ്തകം നമ്മെ വെളിപ്പെടുത്തുകയാണ്. അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. ആമി പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ആമി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം ആഗ്രഹിക്കുന്ന സ്വഭാവം നിന്നിൽ നിന്ന് വെളിപ്പെടുന്നുണ്ടോ? നിന്റെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നതാണോ എങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രസാദം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുക മാത്രമല്ല, സ്വർഗരാജ്യം നിങ്ങൾക്കായി തുറന്നിരിക്കും. അവിടെ നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയങ്ങൾ അടുത്തു വന്നപ്പോൾ അത് തിരിച്ചറിഞ്ഞ കർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാൻ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആമൻ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗം പറയുകയാണ്, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ യേശുക്രിസ്തു എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് വന്ന ജീവന്റെ അപ്പം, ആമേൻ, സ്വർഗത്തിൽ നിന്ന് വന്ന മനുഷ്യപുത്രനാണ്, പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാനാണ്. ആ യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ പോലും പറഞ്ഞതാ, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. അമ്മൻ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളതോ, ദൈവത്തിന്റെ ഇഷ്ടം നാം ചെയ്യാമെങ്കിൽ നമ്മുടെ ജീവിതം സ്വർഗരാജ്യത്തിന് അവകാശമാണ്. ഇന്ന് പല വ്യക്തികളും സ്നാനമെടുത്തു, അവൻ എന്തൊക്കെയോ ദൈവത്തിന്റെ മുമ്പിൽ ചെയ്യുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അവൻ സ്വഭാവങ്ങൾ അവരുടെ ജീവിതത്തിൽ ശരിയല്ല. അവൻ അതുകൊണ്ട് അവരുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ ഒന്നു മാറി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇങ്ങനെയുള്ള ജീവിതം കുറച്ചു ദിവസം ഇങ്ങനെയൊക്കെ പോകും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ജീവിക്കുവാൻ നമുക്ക് കഴിയത്തില്ല എന്നൊരു കാര്യം സത്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അടുത്തതായിട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, മാനസാന്തരവും വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്നതിനെ കുറിച്ച് ഒരു ആധാരമായിട്ട് ഒരു ഭാഗം വായിക്കട്ടെ. മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം അവിടെ പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നു, കാലം തികഞ്ഞു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് അവിടെ വ്യക്തമായിട്ട് അവൻ വിളിച്ചു പറയുകയാണ്. മാനസാന്തരവും വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിൽ വേണം. എല്ലാവരും അവൻ പ്രസംഗിക്കുമ്പോൾ വാദോരാതെ പറയുന്ന ഒരു വിഷയമാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക. പക്ഷെ എന്ന ഈ വചനം പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് യഥാർത്ഥമായ മാനസാന്തരം വരാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അടുത്തതായിട്ട് വേദപുസ്തകം പറയുന്നത്, കുഞ്ഞുങ്ങളെ പോലെ ആകുന്നു എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയും. കുഞ്ഞുങ്ങളെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞായി മാറാനല്ല. നിക്കോദോമസ് കർത്താവ് എങ്ങനെ പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ നിക്കോദോമസ് പറയുകയാണ്, ഞാൻ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോകുന്നത് എങ്ങനെ എന്ന് നിക്കോദോമസ് ചോദിക്കുവാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ, അങ്ങനെയല്ല. അവിടെ പറഞ്ഞു കുഞ്ഞുങ്ങളെ പോലെ ആകുക. ഇവിടെ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ
സ്വർഗരാജ്യം കടക്കുകയില്ല എന്ന് സത്യമായി നിങ്ങളോട് വിളിച്ചു പറയുന്നു. അവിടെ പറയുന്ന ഒരു ഭാഗം, ശിശുക്കളെ പോയി ആയി വരുന്നില്ല എങ്കിൽ. എന്തുകൊണ്ടാണ് ശിശുക്കളെ കുറിച്ച് കർത്താവ് അവിടെ ഉപമിക്കുന്നു അല്ലെങ്കിൽ എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ, ശിശുക്കളുടെ മനസ്സിനകത്ത് എന്തില്ല? കളങ്കമില്ല. അവൻ ആ കുഞ്ഞിന്റെ മനസ്സിനകത്ത് എത്ര കുഞ്ഞിനെ ശിക്ഷിച്ചാലും ആ കുഞ്ഞ് പുഞ്ചിരിയോടുകൂടിയാണ് സകലരും സ്വീകരിക്കുന്നത്. അവൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ ഒരു അനുഭവം, ഇങ്ങനെ ഒരു നിഷ്കളങ്കത കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ ആയി വരികയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. അവൻ അടുത്ത 6ാമത്തെ ഭാഗം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അവൻ അടുത്ത് പറയുന്നത് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അതിന് ആധാരമായിട്ട് മത്തായി സുവിശേഷം 6:33 വായിക്കുമ്പോൾ, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് സകലതും കിട്ടും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് അവൻ ഇവിടെ വ്യക്തമായി പറയുന്ന ഒരു ഭാഗമാണ്, അവൻ ആദ്യം രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി സകലതും ലഭിക്കുമെന്ന. ഇന്ന് പല വ്യക്തികളും പ്രൈസലോ അവൻ ആദ്യം രാജ്യവും നീതിയും അന്വേഷിക്കേണ്ടതിന് പകരം നമ്മുടെ ജീവിതത്തിനകത്ത് വരുമാനം കിട്ടുമോ, നമുക്ക് ഉടുക്കാൻ കിട്ടുമോ, നമുക്ക് ഉണ്ണാൻ കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് പലരും ദൈവവേലയിലേക്ക് ഇറങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവവേല ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ ഒരുവൻ തയ്യാറായാൽ അവന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയാകുമെന്ന് വ്യക്തമായി വേദപുസ്തകം പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, 6 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ദൈവത്തിന്റെ സന്നിധി ചിന്തിക്കുവാനിടയായത്. ഈ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഫോളോ ചെയ്യുമെങ്കിൽ നിശ്ചയമായിട്ടും സ്വർഗരാജ്യം നിങ്ങളുടെ ജീവിതത്തിന് അവകാശമാണ്. സ്വർഗരാജ്യത്തിൽ ഒരിക്കലും നിങ്ങൾ കടക്കാതിരിക്കത്തില്ല. എത്ര പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അലയടിച്ചാലും പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, അവയൊന്നും നിന്നെ തൊടുകയില്ല. അവൻ പല പ്രാവശ്യം ഞാൻ പറയുന്ന ഒരു ഭാഗമാണ്, അതിന്റെ കൂടാരത്തിൽ അടുക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തിനകത്ത് ജീവിക്കുകയുണ്ട്. പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരും. നമ്മൾ ഒരുപക്ഷെ ദുഃഖത്തോടെ ആയിരിക്കും, ഒരുപക്ഷെ പല സംശയങ്ങളോടായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അവയിൽ നിന്നും പരിഹാരത്താൻ ദൈവം ശക്തനാണ്. ഈ നാളുകളിൽ ഈ 6 കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ മഹത്വവും നമ്മിലേക്ക് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ അവൻ യാതൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ, അവൻ വചനം ഇങ്ങനെ പറയുന്നു, അവൻ നശിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് ലഭിക്കാൻ പോകുന്നതിനെ, നിത്യതയെ കുറിച്ച് നമ്മൾ അന്വേഷിപ്പിനെന്ന് വ്യക്തമായി വേദപുസ്തകം നമ്മളെ വെളിപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിത്യത എന്ന് പറയുന്നത്, സ്വർഗം എന്ന് പറയുന്നത്, അത് ഒരു വളരെ മനോഹരമാകുന്ന ഒരു അനുഭവമാണ്. അതിനകത്ത് സന്തോഷമേ ഉള്ളൂ, അതിനകത്ത് സമാധാനമുണ്ട്, അതിനകത്ത് വഴക്കുകൂടാൻ ആരും ഉണ്ടാകത്തില്ല. എല്ലാവരും ഒരുപോലെ ഐക്യതയോടുകൂടെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ വസിക്കുന്ന ഒരു കാലഘട്ടമാണ്, ഒരു ഭവനമാണ് കർത്താവിന്റെ ഭവനം. അതാണ് നമുക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ സ്വർഗത്തിന് അവകാശിയാകുവാൻ ആരേലും തയ്യാറാകുകയാണെങ്കിൽ, താല്പര്യപ്പെടുകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എന്റെ ജീവിതം നരകതുല്യമാണല്ലോ, എന്റെ ജീവിതത്തിനകത്ത് സമാധാനമില്ലല്ലോ, എന്റെ ജീവിതത്തിനകത്ത് സന്തോഷം ലഭിക്കുന്നില്ലല്ലോ, കാരണമെന്ത് എന്ന് നമ്മൾ പലപ്പോഴും അന്വേഷിക്കാറുണ്ട്. പക്ഷെ നിന്റെ ജീവിതത്തിനകത്ത് ഒരു സ്വർഗതുല്യമാകുന്ന ജീവിതം തരാൻ, സ്വർഗതുല്യമാകുന്ന ഒരു ഭവനം തരാൻ എന്റെ ദൈവത്തിന്റെ പക്കലുണ്ട് എന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ സ്വർഗരാജ്യത്തിൽ കടക്കാനാ ഈ പറയപ്പെട്ടിരിക്കുന്നതായ 6 കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ അത് ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നത്, ഒന്ന് ക്രിസ്തുവിനോടുള്ള ഫെയ്ത്ത്.
യേശുവിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക. 2 സ്നാനമെടുക്കണം. 3 ദൈവഗീതം അറിയണം. 4 മാനസാന്തരത്തോടുകൂടെയും വിശ്വാസത്തോടുകൂടെ ജീവിക്കണം. 5 കുഞ്ഞുങ്ങളെ പോലെ ആകണം. 6 ഈ ലോകത്തിലുള്ളതിനല്ല അന്വേഷിക്കേണ്ടതോ, ആദ്യം രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും തരും. ആരാണോ യഥാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന നീതി അന്വേഷിക്കുന്നുവോ അവനെ അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. അവനെ ബലപ്പെടുത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് എന്ന കാര്യം പ്രിയരെ നാം മറന്നു പോകരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ സമയം ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഒരു തീരുമാനമെടുക്കാമെങ്കിൽ എനിക്കും സ്വർഗം ആവശ്യമാണ്, എനിക്കും ആ സ്വർഗത്തിൽ പോകാനായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ്. അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അതിനെന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥനയോടുകൂടെ ഈ വചനം കേൾക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം എന്തുകൊണ്ടാണ് ഇത്ര ഗ്യാരണ്ടിയോട് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നശിച്ചു പോകാത്തതാ. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ജീവനും ചൈതന്യവും നൽകുന്നതാ. അത് നമ്മെ നടത്തുന്നതാ. അങ്ങനെയാണെങ്കിലോ ഈ നാളുകളിലോ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ ഉറപ്പോടുകൂടെ പറയുകയോ, നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ഈ പറയപ്പെട്ട 6 കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും സ്വർഗം നിങ്ങൾക്കുള്ളതാ. നരകതുല്യമായ ജീവിതമാണോ നീ ഈ ലോകത്തിനകത്ത് നയിച്ചതെങ്കിലോ അവയൊക്കെയും മറന്നുകൊണ്ട് ഒരു നിത്യത ഇതാ നമ്മുടെ ജീവിതത്തിൽ തരാനായി കർത്താവ് നമ്മെ മാടി വിളിക്കുകയാണ്. വരാൻ പോകുന്നതായ അന്ത്യകാലഘട്ടത്തിനകത്ത് വരുന്ന പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോകാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അവകാശിയാകണമെങ്കിൽ, ക്രിസ്തു നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭവനത്തിന് അവകാശിയാകണമെങ്കിൽ ദൈവം മാടി വിളിക്കുകയാണ്. ഈ സമയത്ത് സ്വർഗതുല്യമാകുന്ന ജീവിതത്തിന് വേണ്ടി നിന്റെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കുക. ആ ഹൃദയത്തിനകത്ത് വാഴാൻ എൻ്റെ ദൈവം മതിയായവനാ. ഈ ഭൂമിയിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് നാം ദൈവത്തിന് ഇരിക്കാൻ ഒരു അവസരം കൊടുക്കാമെങ്കിൽ, ദൈവത്തിന് വാഴാൻ ഒരു അവസരം കൊടുക്കാമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിൽ ജീവിക്കാൻ നമ്മൾ ഹൃദയത്തിനകത്ത് അവസരം കൊടുക്കാമെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം അന്തിമ കാലഘട്ടങ്ങൾ കാലത്ത് ഹല്ലേലൂയ നിത്യതയിൽ ദൈവം നമ്മെ തന്റെ ഭവനത്തിലേക്ക് നമ്മെ ചേർത്തുകൊള്ളും. ഇവിടെ നാം കർത്താവിനെ സ്വീകരിച്ചാൽ മാത്രമേ അവിടെ ദൈവം നമ്മെ സ്വീകരിക്കത്തുള്ളൂ. ആ സ്വീകരണം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ഇതാ യേശു നമ്മെ മാറ്റി വിളിക്കുന്നു. ആ യേശുവിന്റെ സന്നിധിയിലേക്ക് വരുവാൻ തയ്യാറാകുക. നിശ്ചയമായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ 100 മേനി ഫലം കായ്ക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗതുല്യമാകുന്ന ഒരു ജീവിതം കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.